നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ ചാനലിന് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? ഒരുപാട് ചലഞ്ച് ഫേസ് ചെയ്ത് സക്സസിലേക്ക് കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് ചലഞ്ച് ഫേസ് ചെയ്ത് ഒരു സക്സസിലേക്ക് എത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഉടൻ തന്നെ ആ സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നു. അത് ജോലിയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം കടന്നു വരാൻ പോകുന്നു. ഇത്രയും നാൾ നിങ്ങൾ ചലഞ്ച് സിറ്റുവേഷനിലായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ തടസ്സങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക്, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ സക്സസിലേക്ക് കടന്നിരിക്കുന്നു. മറ്റ് ചില വ്യക്തികൾ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സക്സസിലേക്ക് കടക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഇനി എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. ഒരു വിൽ പവർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് എങ്ങനെ ഫേസ് ചെയ്യും, അയ്യോ എൻ്റെ കൂടെ ആളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, അവരെന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നു നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് പലതും നിങ്ങൾ ഫൈറ്റ് ചെയ്തു സാഹചര്യങ്ങളോട് നിങ്ങൾ വിജയിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജി ഇതാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രതിസന്ധി എന്താണ്? പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ് എനർജിയിൽ നിന്നോ ചില സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യണം, എനിക്കത് വിട്ട് ഉപേക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലിരിക്കുന്നതായിട്ടുള്ള ആ ഭാരത്തെ എനിക്ക് ഉപേക്ഷിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. ഓക്കെ, ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ നടന്ന പല കാര്യത്തെയും ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ സക്സസ് ഒക്കെ കടന്നു വരുന്നുണ്ട്, നല്ല രീതിയിൽ സക്സസ് ഉണ്ട്, മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എങ്കിൽ പോലും നിങ്ങൾ അനുഭവിച്ച വേദനകളും അതുപോലെ തന്നെ നിങ്ങൾ അപമാനപ്പെട്ട ആ നിമിഷത്തെയും ഒന്നും നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കുന്നില്ല. അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് അഫർമേഷൻ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനെ എൻ്റെ വ്യൂസ് എങ്ങനെ മറികടക്കണം? ഓക്കെ, നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അത് വിട്ട് കളഞ്ഞാൽ മാത്രം മതി. നമ്മളെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, ഒരുപാട് ചലഞ്ച് ഫേസ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ പാസ്റ്റിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള ഡ്രോമാസിനെ വിട്ടുകളയാൻ പറ്റുന്നില്ല. അത് വീണ്ടും മുറിവേൽപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾ ആ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ റിലീസ് ചെയ്യുക, ഫ്രീ ആകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അഫർമേഷൻ ആകുകയാണ്. കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നതായിട്ടുള്ള ചില ചിന്തകൾ, ചില പ്രവർത്തനങ്ങൾ, എൻ്റേതായിട്ടുള്ള ചില ദുശീലങ്ങൾ, ഞാൻ ചില അഡിക്ഷനുകളിലായിരുന്നു, ചില വ്യക്തികളുടെ ചിന്തകളിൽ ഞാൻ അഡിക്ഷനായിരുന്നു, ചില വ്യക്തികളുടെ സ്വപ്നങ്ങളിൽ ഞാൻ അഡിക്ഷനായിരുന്നു, ചില വ്യക്തികൾ എനിക്ക് തന്ന ഗിഫ്റ്റുകളിൽ ഞാൻ അഡിക്ഷനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എനിക്ക് റിലീസ് ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് നിങ്ങൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരുന്നതായിരിക്കും. എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ എന്ത് മാറ്റമാണ് പുതിയ വർഷത്തിൽ കാത്തിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മാറ്റമാണ് കാത്തിരിക്കുന്നത്? ഓക്കെ, ഒഴിച്ചുകൂടാൻ വയ്യാത്തതായിട്ടുള്ള ഒന്നിലധികം പ്രശ്നങ്ങളെയാണ് നിങ്ങൾ ഒരേ സമയം ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഒരു പ്രശ്നമല്ല, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, ഒരേ സമയം തന്നെ ഒന്നിലധികം പ്രശ്നങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷന് പല നാളായിട്ട് നിങ്ങൾ ആ ഒരു ഭാരമാണ്, വർഷങ്ങളായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരങ്ങളും ഉണ്ട്. ഓക്കെ, എന്നാൽ അതിവിടെ ഇറക്കി വെക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ ലക്ഷ്യത്തോട് അടുത്തിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. 10 നമ്പറാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളുടെ അവസാനമായിരിക്കുന്നു, നിങ്ങളുടെ ഈ ഒരു ഭാരവും കൊണ്ടുള്ള ആ ഒരു യാത്രയുടെ അവസാനമായിരിക്കുന്നു. നിങ്ങളിലേക്ക് സക്സസ് കടന്നു വരുന്ന, അല്ലെങ്കിൽ റെസ്പെക്റ്റ് നിങ്ങൾക്ക് കടന്നു വരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രശസ്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ആ ഒരു സമയം വന്നിരിക്കുന്നു. നിങ്ങളുടെ ഫ്രീഡം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന ആ ഒരു ദിശ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ അഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി തന്നെയാണ് പോകുന്നത്. 2026 നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് നിങ്ങൾ അർഹിക്കുന്നതായിട്ടുള്ള റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് മാറ്റമാണ് ജോലിയിൽ കടന്നു വരുന്നത്? ഓക്കെ, 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. വേദനിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ തകർക്കുന്നതിന് ജോലി സ്ഥലത്ത് ഒരുപാട് വ്യക്തികളുടെ വാക്കുകളും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ തകർക്കുന്നതിന് തേർഡ് പാർട്ടിയുടെ ചിന്തകളും അവരുടെ ആസൂത്രണങ്ങളും കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ അനുഭവിച്ചിരുന്നു. ആ വേദനകളെല്ലാം അവസാനിക്കാൻ പോകുന്നു. ഇവിടെ ഹെറോഫെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വഴികൾ ഒരുങ്ങുന്നു. ഓക്കെ, നിങ്ങൾ റെസ്പെക്റ്റ് ആകാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങളുടെ ജോലി ഇഷ്ടപ്പെട്ട് നിങ്ങളെ തിരക്കി വരുന്ന ഒരു സമയം വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം ഈ ഒരു സമയം, ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കാം. നിങ്ങളെ തേടി
അവസരങ്ങൾ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് കടന്നു വരുന്നത്? ഓക്കെ, നഷ്ടപ്പെട്ടു പോയത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, വലിയ നഷ്ടങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതെല്ലാം അവസാനിച്ച് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത വിജയം കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് കെർമി മദ്രീനോസ്. ഇതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള ഈ ഒരു സ്ട്രഗിളൊക്കെ അവസാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മാറ്റം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മാറ്റം എന്ന് പറയുന്നത് സന്തോഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഡിപ്രഷനുള്ള ഒരു സമയം, ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ മുഖത്തെ പേശികളൊന്ന് നല്ല രീതിയിലൊന്ന് വലിക്കുക. ഓക്കെ, അങ്ങ് ചിരിക്കുന്ന മുഖത്തിൽ, നമ്മൾ കയ്യൊക്കെ വെച്ച് വലിക്കാനല്ല പറയുന്നത്, നമ്മൾ ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ജോക്കറൊക്കെ ചിരിക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ ചിരിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ മുഖത്തെ പേശികളെല്ലാം നല്ല രീതിയിൽ വലിയും. ആ വലിയുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ ചിരിക്കുകയാണെന്നാണ്. അപ്പോൾ ചിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് തലച്ചോറ് നമ്മുടെ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സ്മൈൽ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്കൊരു ചിരി തുടങ്ങും. ഓക്കെ, എന്ന് വെച്ചാൽ അത് നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിച്ച ആ ഹാപ്പി ഹോർമോണിൻ്റെ ഫലമായിട്ടാണ് നമുക്കങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾക്ക് നിലവിൽ വേദന ആയിരിക്കാം, തേർഡ് പാർട്ടി നിങ്ങൾ നിരന്തരമായിട്ട് അതും ഇതും പറയുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, അന്ധകാര ശക്തികൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അതിനെല്ലാം അല്പസമയത്തേക്ക് മാറ്റിവെച്ചിട്ട് ഐ ആം ഹാപ്പി എന്നുള്ള രീതിയിൽ അങ്ങ് തുള്ളിച്ചാടുക. ഓക്കെ, ആരും കാണാതെ വേണം ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ അവരപ്പോഴും കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കും. ആരും കാണാതെ നിങ്ങൾ ബാത്റൂമിലോ അല്ലെങ്കിൽ റൂമിൽ കതവടച്ചിട്ടോ ഒക്കെ നിങ്ങൾ പറയണം, കണ്ണാടി നോക്കിയിട്ട് ഐ ആം ഹാപ്പി 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 ഐ എം ഹാപ്പി ഐ എം ഹാപ്പി. ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ പറഞ്ഞു നോക്കൂ, നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ഐ എം ഹാപ്പി എന്ന് നിങ്ങളൊന്ന് പറയുകയും ആ മുഖത്ത് ആ ഒരു പേശി വലിക്കാൻ ശ്രമിക്കുകയും ചിരിച്ച് കൈവച്ചെന്ന് വലിച്ച് കീർക്കളല്ലേ, അല്ലാതെ നിങ്ങൾ ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു മുഖത്ത് വരുത്തുന്നുണ്ട് ആ പേശികളിലൊക്കെ ഒരു വലിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഹാപ്പിനെസ് വരും. ഓക്കെ, അതുപോലെ നിങ്ങൾ ചെയ്യുക, ഇല്ലാത്ത സന്തോഷത്തെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ സ്വയം സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുക. ഒപ്പം ആരാണോ ഉള്ളത് അവരോടൊപ്പം നിങ്ങൾ സന്തോഷമായി ഇരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും, പക്ഷേ അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളത് ചെയ്തേ മതിയാവും. എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് പകരം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കാം. ഓക്കെ, നമ്മൾ ഹാപ്പി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിൽ നിന്നും പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യുകയും നമ്മളിലേക്ക് ഓഫർ കടന്നു വരാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പ്ലീസ് കെർമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ സറൗണ്ടിങ് എനർജി എന്താണ്? ചുറ്റുമുള്ള വ്യക്തികൾ എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള എനർജി എന്താണ്? നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും, ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നഷ്ടത്തെ സന്തോഷിക്കുന്ന വ്യക്തികളുമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ കൂടുതലും നിങ്ങൾക്ക് വന്നിരിക്കുന്ന നഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഉള്ളത്. ഓക്കെ, ഇപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ വീട്ടുകാരായിരിക്കും, അമ്മയായിരിക്കാം, നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് നഷ്ടങ്ങളെ ഓർത്തിട്ട് അവർ സന്തോഷം കൊണ്ടുവരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഉള്ളത്. ഓക്കെ, പ്ലീസ് കെർമി മദ്രീനോസ് ബ്ലാക്ക് എനർജി, ബ്ലാക്ക് മാജിക് എനർജി എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പേര് പറഞ്ഞതിന് ശേഷം ഒരു കാർഡ് സെലക്ട് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ നൽകുക. പ്ലീസ് കെർമി മദ്രീനോസ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജ്ജത്തിന് സ്ഥാനമുണ്ടോ? ബ്ലാക്ക് മാജിക് എനർജിക്ക് സ്ഥാനമുണ്ടോ? ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി ദൈവികമായിട്ടുള്ള പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതെ നിങ്ങളൊരു ഇല്യൂഷനിലേക്ക് മാറ്റി നിർത്തുന്നതായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. ഓക്കെ, ആദ്യത്തെ കാർഡിൽ നിങ്ങളൊരു പ്രൊട്ടക്ഷനിലാണ്, യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, ദ വേൾഡാണ് വന്നിരിക്കുന്നത്. പ്രപഞ്ചശക്തിയുടെ ഒരു ഓറ പവറിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഓറ നിങ്ങൾ തന്നെ കരഞ്ഞോ വിഷമിച്ചോ നശിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇവിടെ 3 നമ്പറാണ് വന്നിരിക്കുന്നത്. ഗുരുവിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഓക്കെ, സൃഷ്ടാവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്രൊട്ടക്ഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നിന്നും ഒരുപാട് ദൂരേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള മെഡിറ്റേഷൻ, പ്രാർത്ഥന ഇതെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനയും വിഷമങ്ങളുമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലീസ് കെർമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടുള്ള കാര്യം എന്താണ്?
ഓക്കെ, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും, അതിനെ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യും, അത് ജോലിയാകാം, സാമ്പത്തിക സ്ഥിതിയാകാം, റിലേഷൻഷിപ്പ് ആകാം, ഓക്കെ, അതിനെ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ള കാര്യത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നു. കിഡ്മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസ് ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള വിഷയം എന്താണ്? ഓക്കെ, നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞതായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് സിറ്റുവേഷൻ, നിങ്ങളുടെ മാനസികമായി നിങ്ങളെ തകർക്കുന്നതായിട്ടുള്ള കുറേ നെഗറ്റീവ് ചിന്തകളുണ്ട്. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് റിലീസാകാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകൾ നിങ്ങൾക്കുണ്ടാകുന്നു. ചില റിലേഷൻ 6 നമ്പറാണ് വന്നിരിക്കുന്നത്, ഇതും 6 നമ്പറാണ്. 1+5 6 ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെ ചിന്തിച്ച് നിങ്ങൾ സ്വയം ഒരു ചങ്ങലയ്ക്കകത്ത് അടിമപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ചങ്ങല പൊട്ടിച്ചു പുറത്ത് വരാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്, പക്ഷേ അതിന് നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ ചില അഡിക്ഷനുകളിൽ പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മദ്യപാനം മാത്രമല്ല അഡിക്ഷൻ ആകുന്നത്, ചില വ്യക്തികളുടെ ഓർമ്മകളിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കുന്നില്ല. ഓക്കെ, ചില വ്യക്തികൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനകൾ, അവർ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും 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 വന്ന് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള ചില സിറ്റുവേഷനെ നിങ്ങൾക്ക് പുറത്ത് വരാൻ സാധിക്കുന്നില്ല. ചില വ്യക്തികളുടെ ബന്ധന ശക്തിയിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്നും നിങ്ങൾക്ക് ഇവിടെ ചലഞ്ചിങ് സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്യൂച്ചർ 2026 നിങ്ങളെ കാത്തിരിക്കുന്നതായി കാണുന്നു. റിലേഷൻ സംബന്ധമായും ജോലി സ്ഥലത്തും സാമ്പത്തികപരമായിട്ടും കൊടുക്കൽ വാങ്ങലുകളിലെല്ലാം ഒരു ഹാപ്പിനെസ്, ഒരു ബാലൻസ് നിങ്ങളെ തേടിയെത്തുന്നു. ഇൻബാലൻസ് ആയിട്ടിരുന്ന എന്ത് സിറ്റുവേഷൻ ആണോ അത് ബാലൻസിങ്ങിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾക്ക് മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ബാലൻസിങ്ങിലേക്ക് കടന്നു വരുന്ന ഒരു ഊർജ്ജമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു ദണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുകയാണ്. ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുമ്പോൾ അത് ബാലൻസ് ചെയ്യുന്നതിനും ആ പ്രശ്നങ്ങളെ അവസാനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ദണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുണ്ടലിനി ശക്തി അത് ബാലൻസ്ഡ് ആകുകയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും 2026 നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, 2026 യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? എന്ത് ബ്ലെസ്സിങ് ആണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഓക്കെ, ഇതിൽ നിങ്ങൾക്കൊരു കാർഡ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകിക്കൊണ്ട് നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേര് 2 പ്രാവശ്യം 3 പ്രാവശ്യം നിങ്ങളുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നല്ല ജോലി ഇവിടെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം, നിങ്ങൾ സ്പിരിച്വലി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉയർന്ന സ്പിരിച്വൽ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇതുപോലെ ടാരോ കാർഡ് റീഡിങ്ങോ അങ്ങനെ ആസ്ട്രോളജി അതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂണിവേഴ്സ് പുതിയ പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുന്നതായി കാണിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് പരമായിട്ട് നിങ്ങൾക്ക് കുറേ നാളായി ചില രോഗങ്ങളിൽ നിങ്ങളിങ്ങനെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കൃത്യമായിട്ടുള്ള ഹീലിംഗ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ജോലി സംബന്ധമായി ഗവൺമെൻറ് ജോബിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഗവൺമെൻറ് ജോബും അതുപോലെ തന്നെ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് നീതിയും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിവാഹങ്ങൾ പലതും നടക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ വരുന്നു. 5 നമ്പറാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ബാലൻസ് കടന്നു വരുന്ന ഒരു ബ്ലെസ്സിങ്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ്. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും ഇവിടെ വഴി ഓപ്പൺ ആകുകയാണ്. ഈ ചാവി നിങ്ങളുടെ കയ്യിലേക്ക് പ്രപഞ്ചം നൽകുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്ന് പ്രോമിസ് ചെയ്യുക. എന്നിൽ സന്തോഷം ഞാൻ സൃഷ്ടിക്കും, ഞാൻ ഹാപ്പി ആയിരിക്കും, എൻ്റെ സോളിനെ ഞാൻ വേദനിപ്പിക്കില്ല. പ്രപഞ്ചത്തിന് വാക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിനി ഒന്നിൻ്റെ പേരിലും കരയാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ സോളിനെ ഹാപ്പി ആക്കി വെക്കും. നിങ്ങളുടെ സോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അംശമാണ്. ദൈവത്തിന് കൊടുക്കുന്ന പ്രസാദമാണ് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ പുഞ്ചിരി. നിങ്ങൾ ചിരിക്കുക, ഈ പ്രപഞ്ചത്തിന് അതാണ് പ്രസാദമായി പോകുന്നത്. അല്ലാതെ നമ്മൾ പോയി മെഴുകുതിരി എത്തിച്ചിരുന്നാലും പായസം വെച്ചിരുന്നാലും പൊങ്കാല ഇട്ടിരുന്നാലും ഒന്നും അല്ല പ്രസാദം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സന്തോഷത്തോടെ ഒന്ന് ചിരിക്കുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ പ്രസാദം എന്ന് പറയുന്നത്. എങ്കിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വഴി, ഈ ചാവി നിങ്ങൾക്ക് ഓപ്പൺ ആകുവാൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പം നിങ്ങൾ തയ്യാറാകുക, നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ അതിന് പ്രാക്ടീസ് ചെയ്യുക. ഹാപ്പി ഹോർമോൺ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും സന്തോഷം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ നിങ്ങൾക്ക് അനങ്ങാൻ പോലും വയ്യാതിരുന്ന ഏതോ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ വിചാരിച്ചു അവസാനിച്ചു, എന്നെ ഇനി രക്ഷിക്കാൻ ആരുമില്ല, ഒരു വ്യക്തികൾ പോലും എന്നെ സംരക്ഷിക്കുവാനോ എന്നെ സഹായിക്കുവാനോ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അതേ സിറ്റുവേഷനിൽ പ്രപഞ്ചം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെറോഫിനിൻ്റെ കൈ നിങ്ങൾക്ക് സൂം ചെയ്ത് തരാം. ഓക്കെ, ഈ കൈ കണ്ടോ? ആ കൈയുടെ അതേ മുദ്രയാണ് ഇവിടെ ഈ വ്യക്തിയും പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം
ഇവിടെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കടന്നു വരികയാണ്. ഓക്കെ, ഈ ഇത് എന്ന് പറയുന്നത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു, നിങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി കടന്നു വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് അനങ്ങാൻ പോലും വയ്യാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള അന്ധകാരം, നേരത്തെ തന്നെ ഒരു സെക്കൻഡ് കാർഡ് 7 ഓഫ് കപ്പിൻ്റെ കാർഡിൽ നെഗറ്റീവ് ഊർജ്ജമുണ്ടെന്ന് കണ്ടിരുന്നു, പിറകിൽ നിന്ന് കുത്തിയിരിക്കുന്നു, നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ കണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ചീറ്റിങ് നടന്നിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, അന്ധകാര ശക്തിയെ ഉപയോഗിച്ച് നിങ്ങളെ ചതിച്ചിരിക്കുന്നതായി കാണുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുന്നു, നിങ്ങളിൽ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഡാർക്ക്നെസ് മുഴുവനും മാറി വരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ബന്ധിച്ചിരുന്ന അന്ധകാര ശക്തിയെല്ലാം മാറുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 10 നമ്പറാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു സൈക്കിൾ ഇവിടെ എൻഡ് ആകുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു പുനർജന്മമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നു അവസാനിച്ചു എല്ലാം, ഇവിടെ അവസാനിക്കുന്ന രീതിയിൽ തന്നെ കുത്തിയതാണ് കേട്ടോ. അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഇനി ഒരിക്കലും എഴുന്നേൽക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ പണി തന്നിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങളിവിടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്പർ 1 കാർഡാണ് വന്നിരിക്കുന്നത്. സൂര്യനെ പോലെ നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്. നിങ്ങളെ തോൽപ്പിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ അപമാനിച്ചവരുടെ മുമ്പിൽ നിങ്ങൾക്കൊരു വിജയം പ്രപഞ്ചം ഒരുക്കുന്നുണ്ട്. എന്ത് വിജയമാണെന്ന് ഇവിടെ നോക്കാം. പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡിൻ്റെ എനർജി കടന്നു വന്നിരിക്കുന്നത്? ഓക്കെ, ഓഫറുകൾ നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. നിങ്ങൾ എന്ത് വിഷമത്തിലൂടെയാണോ കടന്നു പോയത്, ആൻസൈറ്റി, ഡിപ്രഷൻ, അന്ധകാര ശക്തി, ഇവിടെ നല്ല സ്ട്രോങ് ബ്ലാക്ക് എനർജി കാർഡ്സ് കാണിക്കുന്നത്. ഇത് 3ാമത്തെ സൈഡാണ്. ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന കാർഡ് 7 കപ്പ്, 7 ഓഫ് കപ്പ്, 10 ഓഫ് സോഡ്, 9 ഓഫ് സോഡ്. ഓക്കെ, ഈ കാർഡ് നിരന്തരമായി, ഈ സൈഡിലുള്ള കാർഡ് നിരന്തരമായി എടുത്തിരിക്കുന്ന വ്യക്തി കൂടുതലും ഡിപ്രഷൻ, ആൻസൈറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പം അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തിയാകാൻ പോകുന്നു. 10 ഓഫ് വാണ്ട്. ഓക്കെ, ഈ ഒരു ഭാരങ്ങളെല്ലാം നിങ്ങൾക്ക് അവസാനിക്കുന്നുണ്ട്. ഓഫർ നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളത് യൂണിവേഴ്സ് നൽകുന്ന ബ്ലെസ്സിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വാക്കുകൾ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രപഞ്ചത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലെത്തുന്ന ഇതുപോലെ നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.